പഠിച്ചാൽ മതി. അത്രയും അറിഞ്ഞാൽ തന്നെ വളരെ സുഖമാണ്. 1000 ഓപ്പറേഷൻ വിജയിച്ച ഡോക്ടർ 1001ാമത് കയറുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നു അഡ്മിറ്റ് ചെയ്യാൻ നേരത്ത് ചോദിച്ചു. ഇവിടെ തൊട്ടടുത്താണ്, നടന്ന സംഭവമാണ്, നടക്കാത്തതല്ല. വളരെ നിസ്സാര ഓപ്പറേഷനാണ് കയറ്റാൻ പോകുന്നത്. ഡോക്ടർ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് മറ്റെവിടെയെങ്കിലും ആയിക്കോളൂ, ഞാൻ ചെയ്യുന്നില്ല. ഡോക്ടർക്ക് എന്തോ ഇല്ല, ഡോക്ടർ തന്നെ ചെയ്യണം. എന്ത് സംഭവിച്ചാലും ഡോക്ടർ ചെയ്യണം. നിസ്സാരമായ പണിയാണ്, ചെയ്തേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയാണോ അനസ്തറ്റിസ്റ്റ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും അവസാനം മോളിൽ നിന്ന് മതനേതാക്കന്മാരും ഒക്കെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് പേര് നിർബന്ധിച്ചു. ലാസ്റ്റ് അദ്ദേഹം പ്രിപ്പയർഡായി. ഒരു ഓപ്പറേഷൻ ഫെയിലായിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് മുഴുവൻ അറിയാം അദ്ദേഹം തൊട്ട ഒറ്റ കേസ് ഫെയിലുവറല്ല. ബ്രെയിൻ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളയാളാണ്. ഒന്നല്ല, 100 കണക്കിന് ആളുകളെ. ഞാനിരുന്ന് പറയുന്നതിൻ്റെ അടുക്കെന്ന് വളരെ കുറഞ്ഞ ദൂരത്തിന്റെ ചുറ്റളവിലുള്ള ഡോക്ടറാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു, രോഗി വേർപെട്ടു പോയി. ഡോക്ടർ ആദ്യം ചെന്ന് ആ തന്തയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, തെറ്റിപ്പോയതാണെന്ന് ഞാൻ എഴുതിത്തരാം, ഒരു കേസ് കൊടുത്തോളൂ എന്നാണ്. ഡോക്ടറുടെ തെറ്റല്ല, വേറൊരിടത്ത് പറ്റിയ തെറ്റാണ്. അത് തെറ്റുമെന്നാണ് അറിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ഇൻറ്റ്യൂഷൻ കൊണ്ട് ഞാൻ എഴുതിത്തരാം, നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്നാണ്. ഡോക്ടറെ സമാധാനിപ്പിച്ചത് ആ പിതാവാണ്. കുട്ടിയുടെ സമാധാനിച്ചില്ല. പരിപാടി നിർത്തിപ്പാൻ ഒഴുങ്ങുമ്പോൾ മതനേതാക്കന്മാർ ഓടിച്ചെന്നു തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ 1000 ഓപ്പറേഷൻ സക്സസ്സായി 1001ാമത് ചെയ്യുമ്പോഴും അനിശ്ചിതത്വം മാത്രമാണ് നിശ്ചയം. മനസ്സിലായോന്നറിയില്ല. കയ്യിലിരിക്കുന്ന ഒരു നാണയമെടുത്ത് തലയും പുലിയും ഉള്ളത് പഴയ കാലത്തുള്ള നാണയമാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം തലയും നമ്പരും ഉള്ളത്. ഇസ് നോട്ട് ഒരു സ്ഥലത്ത് ഗാന്ധി, മറുഭാഗത്ത് നമ്പരും, അതല്ലേ തലയും നമ്പരും ഉള്ളത്. നേരെ മുകളിലേക്ക് ഇടുക. 100 പ്രാവശ്യം ഗാന്ധിത്തല കണ്ടു. 101ാമത്തെ പ്രാവശ്യം ഇട്ടാൽ ഗാന്ധിത്തല കാണുമെന്ന് ഉറപ്പില്ല. 1% ആക്സെപ്റ്റൻസ് റീജിയൻ 100% റിജക്ഷൻ റീജിയനായി മാറുന്ന ഒരു അനിശ്ചിതാവസ്ഥ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രോബബിലിറ്റി തിയറിയുടെ അന്യൂനമായ അവസ്ഥയാണ്. അതുകൊണ്ട് മാനവ കർമ്മങ്ങളിൽ ഒന്നിൽ പോലും അഭിമാനിക്കാതിരിക്കുക. അത്യന്തം ബാഹ്യവും ആഭ്യന്തരവുമായി ശുചിയായിരിക്കുക. ശൗചം. സാക്ഷിയെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ജയവും പരാജയവും അനുഭവിക്കുന്നത് താനല്ലെന്നും അതിലേർപ്പെട്ടവനാണെന്നും അറിഞ്ഞ് സാക്ഷിയിൽ സന്തോഷം സദാ നിർത്തുക. ഗോപാല, നീ ആ ചെയ്തത് പരാജയപ്പെട്ടെന്ന് കേട്ടല്ലോ. അതെ, ഗോപാലൻ ചെയ്തത് പരാജയപ്പെട്ടു. ഞാൻ ചെയ്തതല്ല പരാജയപ്പെട്ടത്. ഗോപാലൻ അത് ചെയ്തയാളാണ്. ഞാനിപ്പോൾ ഉള്ളയാളാണ്. ഗോപാലൻ അത് ചെയ്തു കഴിഞ്ഞു. ഗോപാലൻ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഗോപാലന്റെ പരാജയം കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. അതേ ഗോപാലനല്ലേ നീ? അല്ല, ചെയ്ത ഗോപാലനും ഈ ഞാനും വേറെയാണ്. ഗോപാല ഇനി അത് തന്നെ ചെയ്യാൻ പോകണം. ആ ഗോപാലൻ അല്ല ഇപ്പോഴത്തെ ഗോപാലൻ, വേറൊരു തരത്തിൽ അത് ചെയ്യാൻ പോവുക. പരാജയപ്പെട്ടാൽ സന്തോഷിക്കും, വിജയിച്ചാൽ സന്തോഷിക്കും.
പരാജയമാണ് അതിൻ്റെ നിശ്ചയമെന്ന് അറിഞ്ഞ് സന്തോഷിക്കും. പരാജയം തരുന്ന അറിവിൽ സന്തോഷിക്കും. വിജയിക്കുകയാണെങ്കിൽ വിജയം തരുന്ന അറിവിൽ സന്തോഷിക്കും. വിജയത്തിലും പരാജയത്തിലും ഞാൻ സന്തോഷിക്കുന്നുമില്ല, ദുഃഖിക്കുന്നുമില്ല. പക്ഷെ അറിവിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു. പരാജയം 1000 അറിവുകളെ തരും, വിജയവും 1000 അറിവുകളെ തരും. ഞാൻ നോക്കിയിരിക്കുന്നത് വിജയത്തെയും പരാജയത്തെയും അല്ല, അറിവിനെ മാത്രമാണ്. Can you imagine? നീ തോറ്റെന്ന് കേട്ടല്ലോ കൊച്ചേ. അത് കേട്ടതല്ലോ കൊച്ചമ്മേ, തോറ്റു. നിനക്ക് എന്നിട്ടും ഈ സന്തോഷം? തോറ്റപ്പോഴാ പലതും മനസ്സിലായ. കൊച്ചമ്മ എന്നാ ജയിച്ചവളോട് 2 ചോദ്യം ചോദിച്ച്. അവൾക്കറിയാൻ മേലാത്തത് തോറ്റ എനിക്കറിയാം. ജയിച്ചവള് ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പഠിച്ചതൊക്കെ മറന്നുപോയി. തോറ്റതുകൊണ്ട് എനിക്ക് പലതും അറിയാം. മനസ്സിലായില്ല? പൊതുവെ പിള്ളേരങ്ങനെയാണോ? പലപ്പോഴും ഒന്ന് തോറ്റും, ചില വിഷയത്തിന് തോറ്റും ഒക്കെ പഠിച്ചു വന്ന പിള്ളേരാണോ കൂടുതൽ ജീവിതത്തിൽ വിജയിക്കുന്നത്? എല്ലാം ജയിച്ചു വന്നതാണോ? ചോദ്യം മനസ്സിലായില്ല? പൊതുവെ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുന്നത് തോറ്റ അനുഭവമൊക്കെ ഉള്ളവരാണ്. ഒരു കൊല്ലമൊക്കെ ഒന്ന് ഇരുന്ന് കയറി വന്നവനാണ് ജീവിതാനുഭവം ആ ബെഞ്ചിനെ കുറിച്ചൊക്കെ നല്ല പോലെ ഉള്ളത്. തോറ്റപ്പോഴാണ് അധ്യാപകന്റെ ആർജവമൊക്കെ മനസ്സിലാക്കിയത്. മറ്റതങ്ങ് ജയിച്ച് അടിച്ച് കയറി പോവുകയാണ്. ജീവിതം മുമ്പിൽ വരുമ്പോൾ ഒരു ക്രൈസിസും മാനേജ് ചെയ്യാനാവില്ല. തോറ്റൊരിരുത്തം വന്നു വന്നാൽ അച്ഛൻ ചൂടായത് എത്രയാണ് തോറ്റപ്പോഴെന്ന് നല്ല പോലെ അറിയാം. അമ്മ എത്രയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വിഷമിച്ചതെന്നറിയാം. അഭിമാനം അമ്മയ്ക്കാണ് കൂടുതൽ. അതുകൊണ്ട് കൂട്ടുകാരികൾ വിളിച്ചപ്പോഴൊക്കെ അമ്മ ഒരുപാട് ചീത്ത വിളിക്കുകയും പ്രാകുകയും നീ എൻ്റെ വയറ്റിൽ ജനിച്ചല്ലോ എന്ന് പറയുകയും. പറയുന്ന കേട്ടാൽ തോന്നുക നമ്മളേതാണ്ട് അപരാധം ചെയ്ത് അമ്മയുടെ വയറ്റിലോട്ട് ചെന്ന് ജനിച്ചതാണ്, അമ്മ ഒരു അപരാധവും ചെയ്തില്ല എന്ന് തോന്നി. അപ്പം ഇതൊക്കെ കേട്ട് ഒരുമാതിരി സീസൺഡായിട്ട് വന്നു കഴിഞ്ഞ് ചെറിയ ജീവിത പരാജയമൊന്നും കാണുമ്പോൾ ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നപ്പോൾ ഓപ്പ പള്ളിയിൽ പോയില്ല, അപ്പോഴാ പിന്നെ ഈ ശനിയാഴ്ച എന്ന മട്ടി നിൽക്കാൻ തോന്നും. മനസ്സിലായില്ല? ശരിയല്ല? ഇപ്പം ജീവിതത്തെ ജീവിതമായി കാണാൻ എളുപ്പ വഴി പരാജയത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതുകൊണ്ട് പോയി പരാജയപ്പെടരുത് മനഃപൂർവ്വം. പരാജയം വന്നാൽ ഭയപ്പെടേണ്ടതില്ല. വിജയിച്ചാൽ അതിൽ നിന്ന് പഠിക്കാൻ ഒട്ടേറെയുണ്ട്. വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും പഠിക്കുകയല്ലാതെ വിജയത്തിലോ പരാജയത്തിലോ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. അറിവിലോ സദാ സന്തോഷിക്കണം. അതാണ് സ്വാതന്ത്ര്യം. ഇപ്പൊ ശൗചം, ബാഹ്യവും ആഭ്യന്തരവുമായ ശൗചം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പല്ല് തേക്കാതെ കുളിക്കാതെ നനച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് ഉടുക്കാതെ നിൽക്കുമ്പോൾ മറ്റുള്ള ആളുകളോട് ഇടപെടുമ്പോഴൊക്കെ അവർക്കറിയില്ല നമ്മൾ കുളിച്ചോ ഇല്ലയോ എന്ന് വരികിലും നമുക്കൊരു അസ്വസ്ഥതയുണ്ടോ? ഉണ്ടോ? വൃത്തിയാകാത്തതിൻ്റെ, ആഭ്യന്തര ശൗചമില്ലാത്തതിൻ്റെ ഗ്യാസും കീശ്വാസങ്ങളും ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ
ഒരസ്വസ്ഥതയോടുകൂടി ക്ലാസ്സിലിരുന്നാൽ പഠിത്തം നടക്കുമോ? ചോദ്യം മനസ്സിലായില്ല. നടക്കുമോ? ഇല്ല. വൃത്തിയായി കുളിക്കാതെ പോയിരുന്ന് കാലിൻ്റെ ഇടകളൊന്ന് ചൊറിഞ്ഞാൽ ക്ലാസ്സിലിരുന്ന് വലിച്ചു വെച്ച് ചൊറിയാൻ പറ്റുമോ? വൃത്തിയായി കുളിച്ചാൽ ആ വേർപ്പൊക്കെ പോയതിൻ്റെ പേരിൽ ഒന്നുമല്ലെങ്കിൽ വൈകുന്നേരം വരെ ചൊറിയാതിരുന്നാൽ ഒന്നിരിക്കാൻ പറ്റിയാൽ പഠിക്കാൻ പറ്റും. ചൊറിച്ചിലിനിടെ പഠിക്കാൻ പറ്റുമോ? ഫോൺ ഒരാൾ വിളിച്ചാൽ ആ വിളിക്കുമ്പോൾ ചൊറിച്ചിലും കൂടെ വരികയാണെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചത് മാറിപ്പോകും. ഇതിനോ അപ്പോൾ ബാഹ്യ ശൗചം അനിവാര്യമാണ്, ആന്തര ശൗചവും അനിവാര്യമാണ്. ശുചിയായിരിക്കുക, സന്തോഷമുണ്ടായിരിക്കുക. സന്തോഷം കിട്ടുന്നത് ജയാപജയങ്ങളിലല്ല എന്ന് പറഞ്ഞു, അറിവിലാണ്. ശൗചം, സന്തോഷം, തപസ്. ഒരു കാര്യം അറിയണമെന്ന് വിചാരിച്ചാൽ അതിലേക്കങ്ങ് കയറിപ്പോയാൽ മുഴുവൻ കണ്ടേ തിരിച്ചു മടങ്ങുള്ളൂ. അതിനാണ് തപസ്സെന്ന് പറയുന്നത്. ലക്ഷ്യമെത്താതെ ഒരിക്കലും പിൻവാങ്ങില്ല. ഒരു കാര്യം അറിയണം. പഴയ ആളുകളാണെങ്കിൽ ഇന്നവൻ്റെ കയ്യിലേ അറിവുള്ളൂ, അവിടെ ചെല്ലും. അവിടെ മുമ്പ് പോയവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. ഇവനവിടെ ചെന്ന് ചോദിക്കും, കൊച്ചമ്മേ പശുവിനെ തീറ്റാൻ ആൾ വേണോ? പശുവിനെ തീറ്റാൻ കൂടും. ഹൈദരാബാദിൽ കോതാപ്പേട്ടയിൽ ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ ഉത്തമമായൊരറിവുണ്ട്. അയാൾ ആർക്കും കൊടുക്കില്ല. വളരെ സൂത്രപ്പണിയുള്ള ഒരു അറിവാണ് അയാളുടെ കയ്യിലുള്ളത്. പോയവരൊക്കെ തിരിച്ചു മടങ്ങി. അപ്പോൾ ഒരുത്തൻ തീരുമാനിച്ചു, ഒരു ബ്രാഹ്മണ കുമാരൻ തീരുമാനിച്ചു, ഇയാളുടെ കയ്യിൽ നിന്ന് ഈ അറിവ് നേടണം. ഇയാളാർക്കും അറിവ് കൊടുക്കില്ല. അറിവ് ചൂടൻ സാധനം. അവിടെ ചെന്ന് അയാളെ കണ്ടില്ല, അയാളുടെ ഭാര്യയെ കണ്ട് ചോദിച്ചു. വലിയ ഏക്കർ കണക്കിന് പുരയിടമാണ്, പശുക്കളുണ്ട് ഒരുപാട്. അപ്പോൾ മാറി ഒരിടത്ത് താമസിച്ച് നോക്കിയിരുന്ന് അവിടുത്തെ പശു വളർത്തുന്നവൻ, പശുവിനെ നോക്കുന്നവൻ ഇട്ടിട്ട് പോയ സമയം നോക്കി ചെന്ന് ചോദിച്ചു, പശുവിനെ നോക്കാൻ ആൾ വേണം. പശുവിനെ നോക്കി കയറി പതിവായി കൃത്യമായി കുളിച്ച് കൃത്യമായി അനുഷ്ഠാനങ്ങളും ചെയ്ത് പശുവിനെ നോക്കി 6 മാസമായി. 1 കൊല്ലമായപ്പോഴേക്ക് അറിയാവുന്ന അറിവുള്ളവൻ്റെ അടുക്കലേക്ക് പയ്യെ ഒരു എൻട്രി കിട്ടി. ആ എൻട്രിയിൽ അവനെ പരിചരിച്ച് 6 മാസം നിന്നപ്പോഴേക്ക് അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം മുഴുവൻ മേടിച്ചു പോയത്. ഇങ്ങനെ പഴയ ആൾക്കാർ പഠിക്കുന്നത്. ഇതിന് തപസ്സാണ് പറയുക. ഒരു ക്ലാസ് റൂമിൽ വന്ന് നിന്ന് പറയുന്ന കാര്യങ്ങളിലല്ല അറിവ് പലപ്പോഴും ഇരിക്കുന്നത്. പലരുടെയും ഹൃദയഗുഹയിലാണ് ഇരിക്കുന്നത്. അറിവിരിക്കുന്ന ഗുഹ ഹൃദയഗുഹയാണ്. അവിടേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഗുരുവിനെ ഉണർത്തി അയാളെ വേണം കയറ്റിവിടാൻ. അല്ലെങ്കിൽ അറിഞ്ഞതും കൊണ്ട് പോരാൻ പറ്റില്ല. ഈ തപസ്സുണ്ടായിരിക്കണം. ഏത് കഷ്ടപ്പാടും സഹിക്കാൻ, അറിവിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറ് വേണം. നിങ്ങൾ എന്തിനു പഠിക്കുന്ന കുട്ടികളാ? നേഴ്സിംഗ്. പല ടെക്നിക്കും നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ കയ്യിലുണ്ടാവും, ഡോക്ടർക്ക് പോലും അറിയാത്ത. പല രോഗികളെ അത്ഭുതകരമായി രക്ഷിക്കുന്ന പല വിദ്യയും കാണും. ചില മാനേജ്മെന്റുകൾ നേഴ്സിംഗ് സൂപ്രണ്ടിന് കൊടുക്കുന്ന ശമ്പളം ഒരിക്കലും ഡോക്ടർക്ക് കൊടുക്കുകയില്ല. കാരണം മാനേജ്മെന്റിനെ അപകടങ്ങളിൽ രക്ഷിക്കുന്നത് പലപ്പോഴും നേഴ്സിംഗ് സൂപ്രണ്ടാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ചിലയിടത്തൊക്കെ സർജൻ അല്ല സർജറി ചെയ്യുന്ന, നേഴ്സാ സർജറി ചെയ്യുന്നത്.
ഗൈനക്കോളജിയിലും മറ്റും. ഡോക്ടർക്ക് കൈവിറയ്ക്കും. സർജറി മുഴുവൻ നേഴ്സാണ് ചെയ്യുന്നത്. ശമ്പളം മേടിക്കുമ്പോൾ ഡോക്ടർ ഒരു പങ്കങ്ങ് കൊടുക്കും. അത് കണക്കൊന്നും ചോദിച്ചിട്ടില്ല, എപ്പോഴും കൊടുത്ത് തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം ഇവളവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ സർജറി പരിപാടി തീരും. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇവള് കാരണമാണ്. ഇത് ചില ആളുകളുടെ കയ്യിൽ കൂടെ നിന്ന് അവരുടെ കയ്യിലെ രഹസ്യവിദ്യയാണ് അടിച്ചെടുക്കുന്നത്. പൊത്തനത്തിനകത്ത് ഇതൊന്നുമില്ല കുഞ്ഞുങ്ങളെ. അത് പരീക്ഷ എഴുതാൻ മാത്രമേ ഉള്ളൂ, ഒരു ഡിഗ്രി എഴുതി വെക്കാൻ. വിദ്യകൾ രഹസ്യങ്ങളാണ്. അത് ചിലരുടെ അന്തസ്ഥിത ചൈതന്യത്തിലാണ് ഇരിക്കുന്നത്. അത് ചുരണ്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അപാരമായ തപസ് വേണം. പഠിക്കുന്ന കാലത്തെ തപസ്സുണ്ടായിരിക്കണം. അന്നേരം അടിച്ചു പൊളിച്ച് നടന്ന് അവരോടും ഇവരോടും ഒക്കെ സംസാരിച്ച് സമയവും കളഞ്ഞ് ഒടുവിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ നേരത്ത് ഒന്നും അറിയാതെ, മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെടാതെ പന്തിട്ട് തട്ടുന്ന പോലെ തട്ടി അവസാനം കേരളത്തിൽ ജോലി ചെയ്താൽ ശമ്പളം പോരാന്ന് പറഞ്ഞ് വടക്കേണ്ടിയെ പോയി വല്ലവനും വല്ലവും ചെയ്തെന്ന് പറഞ്ഞ് പത്രത്തിൽ ചത്ത് കഴിഞ്ഞ് നിറഞ്ഞു വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. മനസ്സിലായോന്നറിയില്ല. പണി അറിയാത്തതുകൊണ്ടാ. പണി അറിയാവുന്നവളുടെ അടുക്കൽ ഒരു വേലയും നടക്കില്ല. പണി അറിയാവുന്നവൾ ദൈവമാണ് നഴ്സിംഗ് രംഗത്ത്. ഡോക്ടർക്കറിയാത്ത എല്ലാ ഘടനയും അവൾക്കറിയും. കാരണം അവളാ പരിചരിക്കുന്നത്. ഡോക്ടർ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതും ശവം കീറി മുറിച്ച് പഠിച്ചതേ ഉള്ളൂ. നഴ്സിംഗ് വിദ്യാർത്ഥി പഠിക്കുന്നത് ജീവനുള്ളതിലാണ് കളിക്കുന്നത്. പഠിക്കാനുള്ള കരവിരുത് വേണം. മാത്രമല്ല അവരോളം ബുദ്ധി വേണ്ട. എൻ്റെ രഹസ്യം അറിയാനുള്ളൊരു തപസ് വേണം. ആ തപസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സാക്ഷി അവിടെ നിൽക്കും. അപ്പോഴാ ഒരു മരുന്നും മാറിപ്പോവില്ല. ഡോക്ടർ കുറിച്ചതായിരിക്കില്ല കൊടുക്കുന്നത്. ഡോക്ടർ പോലും അത്ഭുതപ്പെടും. കാരണം ഡോക്ടർ കുറിച്ചിരിക്കുന്നത് കമ്മീഷൻ അനുസരിച്ചാണ്. തൻ്റെ രോഗിയെ രക്ഷിക്കേണ്ട ബാധ്യത നഴ്സിനാണ്. പേരും പേരുദോഷവും ഒക്കെ വരാവുന്ന രംഗം ഹോസ്പിറ്റലിനാണ്. അതുകൊണ്ട് മറ്റതും ചെലവെഴുതും കൊടുത്തതായിട്ട്. ഒരു ബില്ല് ശകലം കൂടും രോഗിക്ക്, പക്ഷെ രോഗി പോവില്ല. മനസ്സിലായോന്നറിയില്ല. ഡോക്ടർ പറഞ്ഞ മരുന്ന് കൊടുത്തതായിട്ട് ബില്ലിൽ എഴുതും. ആവശ്യമുള്ള മരുന്ന് കൃത്യമായി കൊടുക്കും. അതറിഞ്ഞ കാലങ്ങളിൽ ഇത്രയും സൈഡ് എഫക്റ്റ് ഇല്ല, ഇത്രയും മരണങ്ങളില്ല. അതൊന്നും ഡോക്ടർമാരല്ല കൈകാര്യം ചെയ്തത്, ഹൃദയമുള്ള നഴ്സുമാർ. അവരത് പഠിച്ചതോ അതറിയാവുന്ന, ആ വിദ്യ അറിയാവുന്നവരിൽ നിന്ന് തപസ്സായിട്ട്. തപസ്സാണ് അറിവ്. അപ്പോ ശൗചം, സന്തോഷം, തപസ്, ഈശ്വര പ്രണിധാനം. ഇങ്ങനെ 4ഉം 5ഉം അത്യന്തം ചേരുമ്പോഴാണ് മനുഷ്യാത്മാവ് സ്വാതന്ത്ര്യത്തിലേക്ക് വികസിക്കുന്നത്. ഇത് വികസിച്ചാൽ ഏതെങ്കിലും വിഷയം വരുമ്പോൾ അതിലിരിക്കാൻ കഴിവുണ്ടാവും. നാം ഇന്ദ്രിയങ്ങളിൽ അസ്വതന്ത്രരായതുകൊണ്ട് നമുക്കൊരിക്കപ്പൊറുതിയില്ലായ്മയുണ്ട്. am I right? ഒരിടത്തിരിക്കാൻ പറ്റൂല. ക്ലാസ്സിൽ ഇരുന്നിട്ട് വേണ്ടേ പഠിക്കാൻ. ഇരിക്കാൻ തോന്നുന്നില്ല, ചാടിപ്പോണം തോന്നുക, അന്നേരം സിനിമ കാണണം തോന്നുക, ബാടി പോവാം. ശരിയാണോ? ശരിയാണോ?
ശരിയുണ്ടോ? നോട്ട് എഴുതാൻ തോന്നുന്നില്ല. നീ എഴുതിക്കോ, പിന്നെ ഞാൻ എഴുതിയെടുത്തോളാം. നീ എഴുതുന്നുണ്ടല്ലോ, അത് മതി, പിന്നെ ഞാൻ കോപ്പി ചെയ്തോളാം. നീ എഴുതി കഴിഞ്ഞിട്ട് അത് ഞാൻ മറ്റേ കുത്തുന്ന സാധനത്തിൻ്റെ പേരെന്തോ, ആ പെൻഡ്രൈവിൽ എടുത്തോളാം. അതിട്ട് ഞാൻ കണ്ടോളാം കമ്പ്യൂട്ടറിൽ. എനിക്ക് എഴുതാനൊന്നും നേരം ഇരിക്കപ്പുറതിയില്ലാണ്ട് പെൻഡ്രൈവിൽ കൊണ്ടുപോയി ഇടാൻ നേരത്ത് ആയിരിക്കും ഈ പെൻഡ്രൈവ് ഇട്ട് കാണണ്ട, മുമ്പ് കണ്ടിട്ടുള്ള മറ്റേ പെൻഡ്രൈവ് ഇട്ട് കാണരുതാത്തോ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഇത് കണ്ടിട്ട് വലിയ കാര്യം അവസാനം പോക്കാകുകയും ചെയ്യുക. ജീവിതം കറക്റ്റായിട്ട് പോകണമെങ്കിൽ കൃത്യമായി ഒരിടത്തിരിക്കാൻ പറ്റണം, ഇരുന്ന് ശീലിക്കാൻ പറ്റണം. നല്ല പോലെ ഇരുന്ന് ശീലിച്ചാൽ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ഇരുത്താതിരിക്കുന്നത് പ്രാണനാണെന്ന്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ആയിരം സസ്യങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ഈ വായു. ഈ ഭൂമിക്ക് വേണ്ടുന്ന പ്രാണവായു മുഴുവൻ ആയിരം സസ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അതിൻ്റെയൊക്കെ സ്വഭാവമുണ്ട്. 1000 പേർ നിശ്വസിച്ചത് പാചകം ചെയ്തിട്ട് വന്നതാണ് ആ വായു. അതിൻ്റെ സൂക്ഷ്മാംശമുണ്ട്. കള്ളൻ നിശ്വസിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ, കൊള്ളക്കാരൻ നിശ്വസിക്കുന്നുണ്ട്, അഴിമതിക്കാരനും നിശ്വസിക്കുന്നുണ്ട്, നല്ലവൻ നിശ്വസിക്കുന്നുണ്ട്, ജന്തുജാലങ്ങളെല്ലാം നിശ്വസിക്കുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് കലർന്ന അതിൻ്റെ നിശ്വാസങ്ങളാണ് സസ്യം പാചകം ചെയ്തെടുക്കുന്നത്. അതാണ് അകത്തേക്ക് വലിക്കുന്നത്. അതിൻ്റെ സഞ്ചരണത്തിലാണ് ഏകാഗ്രതയുടെ സൂത്രവാക്യം ഇരിക്കുന്നത്. അതുകൊണ്ട് മര്യാദാമസൃണമായി ശ്വാസം എടുക്കണം, നിർത്തണം, വിടണം. ശ്വാസത്തെ എടുക്കുകയും നിലനിർത്തുകയും വിടുകയും ചെയ്യുമ്പോൾ വിചാരം ചെയ്യുന്ന വാക്കുകൾക്ക് പ്രാണനിൽ പ്രസക്തിയുണ്ട്. പഠിക്കുന്ന ഒരു കുട്ടി താൻ പഠിച്ചത് മുഴുവൻ ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ പ്രാണനെ വീക്ഷിച്ചിട്ട്, വേറെ ഒന്നും ചെയ്യണ്ട, പ്രാണനെ വീക്ഷിക്കുക. ക്ലാസ്സിലിരിക്കുമ്പോൾ ഏകാഗ്രത പോയാൽ 1 മിനിറ്റ് പ്രാണനെ വീക്ഷിക്കുക. പ്രാണനെ വീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ വിഷയവും വിട്ടുപോവുകയും ഏകാഗ്രത വരികയും ചെയ്യും. ആരെങ്കിലുമായി സംസാരിക്കുമ്പോൾ വിഷയം വിട്ടുപോകുന്നുവെങ്കിൽ 1 നിമിഷം സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് പ്രാണനെ വീക്ഷിക്കുക. എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അവിടുന്ന് ഓർമ്മയിങ്ങി വരും. എങ്ങനെയൊക്കെ ശാഖാചംക്രമണം ചെയ്താലും തുടങ്ങിയിടത്ത് കാര്യത്തെ രണ്ടാമത് എത്തിക്കുന്നത് പ്രാണനാണ് ഈ സഞ്ചരിച്ചതെന്നുള്ളത് കൊണ്ട് പ്രാണനെ വീക്ഷിക്കുമ്പോൾ പ്രാണൻ എവിടെ തുടങ്ങിയോ അവിടെ കൊണ്ട് നിങ്ങളെ നിർത്തിത്തരും. ഇതൊക്കെ എല്ലാവർക്കും പറ്റും. ഇതിൽ അത്ഭുത പുരുഷന്മാരൊന്നുമില്ല. ഞാൻ പറഞ്ഞതൊക്കെ ഏത് കോന്തനും പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കൈവെള്ളയിലാക്കി തരാൻ പറ്റും. നിങ്ങളുടെ കൈവെള്ളയ്ക്ക് സ്വീകരിക്കാനുള്ള വലിപ്പമുണ്ടെങ്കിൽ, വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പണിയാവില്ല. പ്രാണവീക്ഷണം ഏകാഗ്രതയുടെ രഹസ്യമാണ്. എവിടെ ഏത് പ്രവൃത്തിയിൽ വെച്ച് ഏകാഗ്രത പോകുന്നു അപ്പോൾ സ്വന്തം പ്രാണനെ വീക്ഷിക്കുക, തന്നിലേക്ക് തിരിച്ചു മടങ്ങുക. വിഷയങ്ങൾ അകന്നുപോകും, ഏകാഗ്രത കൈവരും. അത് കഴിഞ്ഞാൽ വീണ്ടും പഠിച്ചുകൊള്ളുക. പഠിച്ചതോ ഞാൻ പറഞ്ഞായിരുന്നു, വളരെ വിസ്തരിച്ച് പറഞ്ഞു.
അദൃഷ്ടം എന്ന് പറയുന്ന ഒന്നാണ് ഈശ്വരൻ എന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. Am I right? അതും കഴിഞ്ഞ് ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കുന്നതും പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പം ആ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് നിങ്ങളുടെ ശരീരത്തെ അവിടെ ഇരുത്തിയാലും ഇരിക്കുന്നിടത്തു നിന്ന് നിങ്ങളുടെ ബോധം പുറത്തേക്ക് പോകും. ഇരിക്കാനൊക്കെ പഠിച്ചാലും പോരാ, ഇരിപ്പുറയ്ക്കണമെങ്കിൽ പ്രാണനെ പിടിക്കണം. പ്രാണൻ ബാഹ്യവും ആഭ്യന്തരവുമാണ്. പ്രാണൻ വഴിയാണ് ബാഹ്യലോകവുമായും ആന്തരിക ലോകവുമായും നമുക്ക് ബന്ധമുണ്ടാകുന്നത്. പിണ്ടാണ്ടവും ബ്രഹ്മാണ്ടവും പ്രാണനാൽ ആവേശിതമാണ്. അകത്തും പുറത്തും പ്രാണനാണ്. അതുകൊണ്ട് പ്രാണനിലാണ് ഞാനിരിക്കുന്നത്, പ്രാണനിലാണ് ഞാൻ ചേഷ്ടിക്കുന്നത്. സർവം പ്രാണസ്യ ചേഷ്ടിതം. അതുകൊണ്ട് പ്രാണനെ വീക്ഷിക്കുക. വെറുതെ നോക്കിയാൽ മതി, അല്ല ഒരു പണിയും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മൂച്ചു പിടിക്കുകയൊന്നും വേണ്ട, ആരെങ്കിലും പറഞ്ഞെന്ന പോലെ വലിച്ചു കയറ്റാനൊന്നും പോകണ്ട. ഓരോരുത്തരും ഓരോ റേഷ്യോ വേണം. അത് ഉടയതമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ ഉള്ള റേഷ്യോ ഉണ്ട്, അതിൽ നിന്നാൽ മതി. കൃത്യമായ റേഷ്യോയിലൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ വിഭൂതികളൊക്കെ ഉണ്ടാവും. അതിന് സമയമൊന്നും ആയിട്ടില്ല. ഇപ്പം അതൊന്നും പഠിക്കണ്ട. അത് പഠിക്കുന്നിടത്തൊന്നും പോവുകയും ചെയ്യരുത്. പഠിക്കുന്ന കാലത്ത് അതൊക്കെ പഠിത്തം കഴിഞ്ഞൊക്കെ ഇങ്ങനൊരു വഴിയിൽ പോകണമെന്നൊക്കെ പ്രബലമായ ആഗ്രഹം തോന്നുകയോ അല്ലെങ്കിൽ ഈ ലൗകിക ആഗ്രഹമൊക്കെ തീർന്ന് വാർദ്ധക്യമാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ പോയാൽ മതി. സകല പണിയും തീരുമ്പോൾ പോയാൽ മതി. അതാകുമ്പോൾ പിന്നെ പേടിക്കാനില്ല. ചിലർക്ക് ചെറുപ്പത്തിലേ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ പോവാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് പോവാം. എന്നിട്ട് പ്രാണവീക്ഷണം നടത്തുക. ജസ്റ്റ് പ്രാണനെ നോക്കുക. അപ്പോൾ കറക്റ്റാവും. ഒപ്പം പ്രാണവീക്ഷണത്തോടൊപ്പം അകത്തും പുറത്തും ശ്രദ്ധിക്കേണ്ട ഒരെണ്ണമാണ്. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അകത്തേക്ക് വലിക്കുക. വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടയളവിൽ വേണ്ടതുപോലെ മാത്രം കാണുക, കേൾക്കുക, സ്പർശിക്കുക. ഒരച്ചടക്കം സ്വയം ഉണ്ടാക്കുക. ഇത്രയും ആയാൽ ബഹിരംഗ സാധനയായി. സ്വാതന്ത്ര്യത്തിന്റെ ബഹിരംഗ സാധനയായി. അന്തരംഗ സാധന നമുക്ക് പിന്നിരിക്കണം. ഇത്രയുമായാൽ ബഹിരംഗ സാധനയായി. അപ്പോൾ സ്വാതന്ത്ര്യം എന്നത് വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്. അത് നേടുന്നതിനുള്ള പദ്ധതി സാക്ഷിത്വേന ഒരാളെ നിർത്തി വിചാരവും കർമ്മവും എല്ലാം ചെയ്യലാണ്. സാക്ഷിയായി നിർത്തിയിരിക്കുന്നതിനെ കൊണ്ട് കൃത്യമായി അളന്നു നോക്കുമ്പോഴാണ് എനിക്ക് എന്നെ നോക്കാൻ ഞാൻ തന്നെ ഉണ്ട് എന്ന ബോധം വരുന്നത്. എൻ്റെ മേൽ എനിക്ക് തന്നെ നിയന്ത്രണം വരുമ്പോൾ മാത്രമേ അച്ചടക്കം വരൂ. അത് കിട്ടുന്നതിനുള്ള പദ്ധതി ആ സാക്ഷിയെ നിർത്തിയിട്ട് മര്യാദാമസൃണമായി ശൗചം, സന്തോഷം, തപസ്, ഈശ്വരപ്രണിധാനം, അതേപോലെ തന്നെ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, അതുപോലെ ഒരിടത്ത് സ്വസ്ഥമായിരിക്കൽ, പ്രാണനെ വീക്ഷിക്കൽ, എല്ലാത്തിൽ നിന്നും ഉള്ളിലേക്ക് വലിയൽ, ആമ തൻ്റെ അംഗങ്ങളെ എന്ന പോലെ. ഇത്രയുമായാൽ ഒരുവൻ പൂർണ്ണ സ്വതന്ത്രനാണ്. അതല്ലാതെ എനിക്ക് ആഗ്രഹമുള്ളൊരു വിഷയത്തിൻ്റെ പിന്നാലെ അത് വേണം ഇത് വേണം, ആട് കരയുന്ന പോലെ എന്നാ പറയാ. വസ്ത്രം മേ 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 എന്ന് പറഞ്ഞാൽ എന്തുവാ? മേ ആടങ്ങനല്ലേ കരയുന്നേ? കേട്ടിട്ടില്ല? മേ. അപ്പോ വസ്ത്രം മേ, കാഞ്ചനം മേ. ഇങ്ങനെ
വസ്ത്രം എനിക്ക് വേണം, സ്വർണം എനിക്ക് വേണം, ആ ഉടുപ്പ് വേണം, ഇത് വേണമെന്ന് കരഞ്ഞു പോകുന്ന ആട് അതിനെ എന്തു ചെയ്യും? കാലപുരുഷോ ഹന്തി പുരുഷാജം. കാലമൊരിക്കല് കൊന്നു തിന്നും. കാലത്തെ അതിജീവിക്കണമെങ്കിൽ, കാലത്തെ കടക്കണമെങ്കിൽ ആടിൻ്റെ ജന്മം ഉണ്ടാവരുത്. ആടിൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകത മേ മേ എന്നാണ്. എനിക്ക് 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 അതുണ്ടാവരുത്. അപരിഗ്രഹം വേണം. ഇത്രയും ആയാൽ ജീവിതം ധന്യമായി, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒന്നാം ഭാഗമായി. ബാക്കി നിങ്ങൾ മനനം ചെയ്യുക. പിന്നൊരിക്കൽ അതിൻ്റെ ബാക്കിയാവാം. ഇന്ന് അവസാനിക്കും. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്.